Grace, mercy and peace from God the Father and Jesus Christ our Lord, pulling down a strongholds. Stand fast and liberty with the Christ's ministry and be not entangled again with the yoke of bondage. Grace, mercy and peace from God the Father and Jesus Christ our Lord, pulling down of. നമുക്ക് ക്രൈസ്റ്റ് ജീസസിൻ്റെ കൃപയിൽ ധാരാളമായിട്ട് ആശ്രയിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുണ്ടാങ്കടവ് റിവർ ബ്രിഡ്ജിൻ്റെ അടിയിലാണ്. ഫോർ ബദനി ഹോൻ കാണ്ടർ ലിബർട്ടി നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ് കുണ്ടാങ്കടവ് റിവർ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് ഫോർ ബദനി ഹോൻ കാണ്ടർ ലിബർട്ടി. അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുണ്ടാങ്കടവ് എന്താണ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഏരിയയിലാണ്. വലിയോളയ്ക്കടുത്തുള്ള ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഏരിയയിലാണ് ഫോർ ബദനി ഹോൻ കാണ്ടർ ലിബർട്ടി. ഈ പാലത്തിൻ്റെ അക്കരം പഞ്ചായത്ത് ഏരിയയാണ്. ഫോർ ബദനി ഹോൻ കാണ്ടർ ലിബർട്ടി ഫോർ എ ഗുഡ് വാർഫെയർ ഹോളി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. ഏതാണ്ട് കാലവർഷം തുടങ്ങിയതുപോലത്തെ അനുഭവമാണ്. ഫോർ ബദനി ഹോൻ കാണ്ടർ ലിബർട്ടി. ആറ്റിലൊക്കെ നല്ല വെള്ളമുണ്ട്. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്താണ് വി ഡി സതീശനുള്ള റിപ്ലൈ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. വി ഡി സതീശനുള്ള റിപ്ലൈ എപ്രകാരം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഫോർ ബദനി ഹോൻ കൽബർട്ടി അതൊക്കെ ക്രമേണ നമുക്ക് എന്ത് ചെയ്യാം, വിശദമാക്കാം. നമുക്ക് ആദ്യം ഈ ആറ്റിൻ്റെ താഴ്ഭാഗത്തേക്കൊന്ന് ഇറങ്ങി ഒന്ന് അല്പ പ്രകൃതിയും കൂടെ കണ്ട് ഒന്ന് എൻ്റർടൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോകാം. ഫോർ ബദനി ഹോൻ കാണ്ടർ ലിബർട്ടി. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. പുള്ളിംഗ് ഡോൺ സ്റ്റോൾസ് കാസ്റ്റിംഗ് ഡോൺ ഇമാജിനേഷൻസ്. വളരെ ഗുഡ് വാർഫെയർ ഹോൾഡി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. ഇത് കുണ്ടാങ്കടവ് റിവർ ബ്രിഡ്ജിൻ്റെ താഴെയാണ്. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. വളരെ ഗുഡ് വാർഫെയർ ഹോൾഡി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. ഇത് കുണ്ടാങ്കടവ് റിവർ ബ്രിഡ്ജിൻ്റെ താഴെയാണ്. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. ഫോർ ബദനി ഹോൻ കാണ്ടർ ലിബർട്ടി. ഇവിടെ എടോപ്പാതി, അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ഏതാണ്ട് അതുപോലത്തെ അനുഭവങ്ങളുണ്ട്. ഫോർ ബദനി ഹോൻ കാണ്ടർ ലിബർട്ടി. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. വി ഡി സതീശനുള്ള റിപ്ലൈ എന്നുള്ള അനുഭവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഒരു മിനിറ്റ്, 1-2 മിനിറ്റ്. ഒന്നോ രണ്ടോ മൂന്നോ അല്ലെ 5 മിനിറ്റ്. ഇതൊരു മാവായിരിക്കും, മാവിൽ നിന്ന് വീണതായിരിക്കാം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എനിക്ക് ഇത്രയും കയറ്റമൊന്നും പെട്ടെന്ന് കയറാൻ പറ്റത്തില്ലായിരുന്നു. കാരണം വി ഡി സതീശനുള്ള മറുപടി എന്തായാലും ഉണ്ട്. ഞാൻ ഈ കുണ്ടാങ്കടവ് ഈ പടിക്കെട്ട് കയറിയ ശേഷം ബ്രിഡ്ജിൽ കൂടെ അപ്പുറത്തെ സൈഡിലേക്ക്, അതായത് കടവിൻ്റെ മറുഭാഗത്തേക്ക് walking across the other side of the river bridge, that is Panchayat area, nearly Vilappil bridge, nearly Vilappil Panchayat. അപ്പോൾ വി ഡി സതീശനുള്ള മറുപടി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സംസാരിക്കാം. ഒരു കാര്യം ഓർക്കണം, ഈ ടുക്ക് ഓർ ഇൻഫോർമേറ്റീവ്
himself, that Jesus Christ himself took our infirmities and bore our sicknesses. By his stripes we are healed. He himself, Jesus Christ himself took our infirmities and bore our sicknesses. By his stripes we are healed down. നിങ്ങൾക്ക് എന്ത് രോഗമുണ്ടെങ്കിലും, ക്യാൻസറോ ബ്ലഡ് ഡിസോർഡേഴ്സോ ലങ്സ് പ്രോബ്ലംസോ കിഡ്നി പ്രോബ്ലംസോ മൂത്രം കുറവാകുന്ന അനുഭവങ്ങളോ കൂടുതൽ പോകുന്ന അനുഭവങ്ങളോ അല്ലെങ്കിൽ കുടൽ സംബന്ധമായ പ്രശ്നമോ ഹാർട്ട് സംബന്ധമായ പ്രശ്നമോ ബ്രെയിൻ സംബന്ധമായ പ്രശ്നമോ അലർജിക് പ്രോബ്ലംസോ രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്ലീപ്പിംഗ് ആപ്നിയ ഉറക്കത്തിൽ ഞെട്ടിയുണർന്ന് ശ്വാസം മുട്ട് പോലത്തെ അനുഭവമോ നിങ്ങളുടെ ഹൃദയത്തിൽ നെഞ്ചരിച്ചിൽ പോലുള്ള അനുഭവങ്ങളോ മരണസംബന്ധമായ വേദനകളോ അല്ലെങ്കിൽ മറ്റെന്ത് പ്രോബ്ലമോ ആയിക്കോട്ടെ, വെരിക്കോസ് വെയിൻ എന്താണെങ്കിലും, ഓർ വൺ ലോർഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹി ഹിംസെൽഫ് ടുക്ക് അവർ ഇൻഫർമിറ്റീസ് ആൻഡ് ബോർ ഓഫ് സിക്നസസ് ആൻഡ് ബൈ സ്ട്രൈപ്സ് വി ആർ ഹീൽഡ്. നമുക്ക് ക്രൈസിസിനെ ധാരാളമായിട്ട് ആശ്രയിക്കാം. എവരി ബ്ലഡ് ഡിസോർഡേഴ്സ്, എവരി ബ്രെയിൻ ഡിസോർഡേഴ്സ്, എവരി ലങ്സ് ഡിസോർഡേഴ്സ്, എവരി പാൻക്രിയാറ്റിക് ഡിസോർഡേഴ്സ്, എവരി ലിവർ ഡിസോർഡേഴ്സ്, എവരി ബ്രെയിൻ ഡിസോർഡേഴ്സ്, എവരി ഹാർട്ട് ആൻഡ് ലങ്സ് ഡിസോർഡേഴ്സ് and every kinds of cell disorders, every abnormal growth, every abnormal multiplication of cells and every cancer cells, every varicose veins and every kinds of intestinal problems, pancreatic problems, brain problems, hormone problems and all kinds of health issues, every deadly diseases, every kinds of cancer, both past, present and future, in various ways be broken, be cancelled and be destroyed completely in the name of our Lord and Savior. നാമിനെ അടിമത്തിൽ കൂടി പോരുത്. as we wish you our Lord and Savior Jesus Christ giving thanks to our Father, pulling down the strongholds, body is not the other confusion but a peace, be broken, be cancelled and be destroyed completely in the name of our Lord and Savior. Stand fast and liberty earth Christ has made us be namine adimathil kudi porudhu. Every kinds of these health issues and every deadly diseases be broken, be cancelled. Stand fast and liberty earth Christ has made us free and be not entangled again with the yoke of bondage. God is not the other confusion but a peace, pulling down the strongholds, cancelling out imaginations. Every kinds of these health issues and deadly diseases be broken, be cancelled and be destroyed completely in the name of our Lord and Jesus Christ giving pulling down the strongholds. God is not the other confusion but a peace. Every kinds of these every kinds of health issues, these health issues and every deadly diseases, both past, present and future in various forms, be broken, be cancelled and be destroyed completely in the name of our Lord and Savior Jesus Christ. Giving thanks to our Father, the Savior, the Lord, pulling down the stones. As we visit the Savior, the Lord, pulling down the stones. Every kinds of these deadly diseases be broken, be cancelled and be destroyed completely in the name of exceeding joy, great joy, Lord of peace. Now in adimathil kudi poruthu our Lord and Savior Jesus Christ giving thanks to our Father and the Savior, the Lord, pulling down of ഇപ്പോൾ നമ്മൾ കുണ്ടാങ്കടവിൻ്റെ, ഞാൻ നേരത്തെ നിന്ന സ്ഥലത്തിൻ്റെ മറുഭാഗത്ത്, കുണ്ടാങ്കടവിൻ്റെ അപ്പുറത്തെ സ്ഥലത്ത്, ദാറ്റ് മീൻസ് വിളപ്പിൽ പഞ്ചായത്ത് ഏരിയയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര ചൂട് അനുഭവപ്പെടുന്നില്ല. എന്തായാലും ഇടവപ്പാതി പോലുള്ള അനുഭവങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ വി ഡി സതീശനുള്ള റിപ്ലൈയിലേക്ക് നമുക്ക് തിരിയാം. ഫോർ ബദനി ഹാൻ കാണ്ടർ ലിബർട്ടി. വി ഡി സതീശനോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പക്ഷെ വി ഡി സതീശൻ അങ്കിൾ ചെയ്യേണ്ടത്, അല്ലെ വി ഡി സതീശൻ ബ്രോ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു നിലപാട് ഒന്ന് മാറ്റി പിടിച്ചില്ലെങ്കിൽ വി ഡി സതീശൻ അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ദോഷം ചെയ്യാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പൊന്ന് വി ഡി സതീശ, താങ്കൾ മുഖ്യമന്ത്രി ആയതൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടു. പക്ഷേ എന്താണ് പക്ഷേ എന്നല്ലേ, അത് പറഞ്ഞുതരാം. താങ്കളുടെ സിംഹാസനം ക്രിസ്തേശ് എത്ര കാലം നിലനിർത്തും എന്നെനിക്കറിയത്തില്ല. പിന്നെ താങ്കളുടെ പ്രധാനപ്പെട്ട ശത്രു, നിങ്ങളെ കൂടെ ഇരുന്നുകൊണ്ട് വിഴുങ്ങുന്നതായിട്ടുള്ള ഒരു ശത്രുവാണ് ആര്? ഇസ്ലാം. അതൊരു പാമ്പാണ്, പെരുമ്പാമ്പാണ്. ആനക്കൊണ്ടേക്കാളും വിഷപ്പാമ്പിനേക്കാളും കഠിനമാണ്. എന്നാൽ ക്രിസ്തേശ് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തില്ല. സമാധാനത്തിൻ്റെ ദൈവം സാത്താന് വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളയെന്ന് വായിക്കുന്നു.
പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർണ്ണങ്ങളും ഉസ്താദ് സേനയോട് അത്രയെന്ന് വായിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് താങ്കളോടോ അല്ലെങ്കിൽ പിന്നെ ആ വ്യക്തികളോടല്ല നമുക്ക് പോരാട്ടമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പുറകിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള അന്ധകാര ശക്തികൾ, അതായത് ആന്റി ക്രിസ്ത്യൻ ശക്തികൾ, അതായത് ക്രിസ്തുവിന്റെ ക്രൂശ് മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ക്രിസ്തുവിന്റെ ദൈവത്വം, മനുഷ്യത്വം ഇതൊക്കെ നിഷേധിക്കുന്നതായിട്ടുള്ള ആ ഫാൾസ് തിയോളജി, തെറ്റായ പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ് ക്യാൻസർ ഇമേജിനേഷൻസ്, ഫാൾസ് തിയോളജി, തെറ്റായ പഠനം, തെറ്റായ നീതിശാസ്ത്രം. അപ്പോൾ അതിനെ തീർച്ചയായിട്ടും അവർ ഓൺലോണസ് ജീസസ് ക്രൈസ്റ്റ് നെയിമിൽ പൂർണ്ണമായിട്ട് റിജക്ട് ചെയ്ത്, റെസിസ്റ്റ് ചെയ്ത്, ക്യാൻസൽ ചെയ്ത് ജമാഅത്തെ ഇസ്ലാമി സംഘടന ഉൾപ്പെടെ അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്ത്, റിജക്ട് ചെയ്ത് നശിപ്പിക്കുന്നു. ഇസ്രായേൽ മക്കൾ എരിഹോ മതിൽ തകരാനായിട്ട് വേറെ ഒന്നും ചെയ്തില്ല. മനസ്സിലായില്ലേ? 6 ദിവസം അവർ മതിലിന് ചുറ്റും നടന്ന ശേഷം 7ാമത്തെ ദിവസം അവരെന്ത് ചെയ്തു, പ്രൈസ് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എരിഹോ മതിൽ ഇടിയോൻ തക്കൊണ്ട് ഇടയിൽ തരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് വിശ്വാസത്താൽ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രൈസലോടൊന്നും അല്ലെങ്കിൽ അവർ ഓൺലോഡസ് ജീസസ് ക്രൈസ്റ്റിന് ഫോർ ബദനിഹോൻ കാൽവട്ടി, അതായത് ഫോർ ബദനിഹോൻ കാൽവട്ടി, ഗിവിംഗ് താങ്ക്സ് ടു ഗോഡ് ത്രൂ ദ സേവിയർ ദ ലോർഡ്, അതായത് ഗിവിംഗ് താങ്ക്സ് ടു ഗോഡ് ത്രൂ ദ സേവിയർ ദ പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ് നമ്മെ അടിമത്തിൽ കൂടി വരുന്നത്. ലിവിംഗ് ഗോഡ് ഹൂ ഗീസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്, ഗോഡ് ഈസ് നോട്ട് യാർ എ കൺഫ്യൂഷൻ ബട്ട് എ പീസ്, ഗിവിംഗ് താങ്ക്സ് ടു ഗോഡ് ത്രൂ ദ സേവിയർ ദ ലോർഡ്. ക്രൈസ്റ്റ് ജീസസിന്റെ പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ് ക്യാൻസർ ഇമേജിനേഷൻസ്, ഗോഡ് ഈസ് നോട്ട് യാർ എ കൺഫ്യൂഷൻ ബട്ട് എ പീസ്. ആശ്രയിച്ചു ക്രൈസ്റ്റ് ജീസസിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഫ്രീലി നമുക്ക് താങ്ക്സ് ഗിവിംഗ് പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ് നൽകുമ്പോഴത്തേക്കും ക്രൈസ്റ്റ് ജീസസ് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമുക്ക് എപ്പോഴും അനുകൂലമാണ്. നമുക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് കാണാൻ കഴിയും. നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് വിശ്വാസം കൊണ്ട് മുന്നേറാം. ഫോർ ബദനിഹോൻ കാൽവട്ടി. എന്തായാലും ഖുർആന്റെ ക്രിറ്റിസിസത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഫോർ ബദനിഹോൻ കാണ്ടർ ലിബർട്ടി. നാം ഇനി അടിമത്തിൽ കുടിയും പോരുത്. ആശ്രയിച്ചു പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ് ക്യാൻസർ ഇമേജിനേഷൻസ്. ഇവിടെ ഇതാ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വി ഡി സതീശനോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഫോർ ബദനിഹോൻ കാണ്ടർ ലിബർട്ടി, അതായത് ഖുറാൻ വേഴ്സസ് ബൈബിളിലേക്ക് നമ്മൾ തിരിയുമ്പോഴത്തേക്കും ബൈബിളിന് വിരുദ്ധമായിട്ടാണ് ഖുറാൻ പഠിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 66:9 നമുക്ക് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഫോർ ബദനിഹോൻ കാണ്ടർ ലിബർട്ടി, അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ട് തൽക്കാലം വിടുകയാണ്. നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇങ്ങനെയുള്ള കൊടും പാമ്പിൻ വിഷമാണ് ഇസ്ലാം മതം എന്ത് ചെയ്യുന്നത്, ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. ഫോർ ബദനിഹോൻ കാണ്ടർ ലിബർട്ടി 9:5, 9:123 അങ്ങനെയാണ് വായിക്കുന്നത്. ഫോർ ബദനിഹോൻ കാണ്ടർ ലിബർട്ടി, നാം ഇനി അടിമത്തിൽ കുടിപോരുത്. ഇനി അതുപോലെ 8:12 എടുത്ത് വായിച്ചു നോക്കൂ. ഫോർ ബദനിഹോൻ കാണ്ടർ ലിബർട്ടി 8:12, സൂറ 8:12 ഖുർആൻ. നിന്റെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധന നൽകിയിരിക്കുന്ന സന്ദർഭം ഓർക്കാം. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതിനാൽ സത്യവിശ്വാസികൾ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. സത്യനിഷേധികളുടെ മനസ്സിൽ ഞാൻ ഭയമിട്ട് കൊടുക്കുന്നതാണ്. അതിനാൽ കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ വെട്ടിക്കൊള്ളുക. മനസ്സിലായില്ല? അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, വിരലുകളിൽ നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണോ ക്രിസ്തേശ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തേശ് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എൻ്റെ പൊന്നു വേടി സതീശ എന്ന് മനസ്സിലാക്കണം. മേരി ആജ്ഞ യഹ് ഹേ കി ജൈസ മേംനെ തുംസെ പ്രേം രഖ. മനസ്സിലാവുന്നുണ്ടോ? ബൈസാഹി തുംഭി ഏക ദൂസരെ സെ പ്രേം രഖോ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. ദിസ് ഈസ് മൈ കമാൻഡ്മെന്റ് ദാറ്റ് യു ലവ് വൺ അനദർ ആസ് ഐ ഹാവ് ലവ്ഡ് യു. എങ്ങനെ ഇരിക്കുന്നു? നേരെ മറിച്ച് മറ്റതിന്റെ ഖുറാന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? ഖുറാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ തകർക്കുമ്പോൾ ഇത് മനുഷ്യനെ സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 9:111 ഒന്ന് വായിച്ചു നോക്കൂ. തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കലിൽ നിന്ന് അങ്ങനെ പറഞ്ഞ് അവർ മനസ്സിലാകുന്നുണ്ടോ? അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അവരുടെ ദേഹം വാങ്ങിയിരിക്കുന്നത് പോലും എന്തിന്? കൊല്ലാനും കൊല്ലപ്പെടാനും. വേറെ പണിയില്ലേടാ. ഈ ജമാഅത്തെ ഇസ്ലാമി തകർന്നു പോകാൻ വേണ്ടിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗൊക്കെ സ്പ്ലിറ്റായി പോകാനും അവരുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കാനും നമുക്ക് ക്രിസ്തീസിന്റെ കൃപയിൽ ആശ്രയിക്കാം. Every Jamaat Islami and Muslim League actions and activities and their resistance against the truth be broken, be cancelled and be destroyed as free be destroyed completely in the name of our Lord and Savior Jesus Christ. In thanks God for the Savior of the Lord pulling down strongholds. നാം ഇനി അടിമത്തിൽ കൂടി വരുത്. War a good warfare, holding faith and good conscience. Praise the Lord God. നാം ഇനി അടിമത്തിൽ കൂടി വരുത്. Praise the Lord God, the great God and our Savior, who died for our sins, who died for us on the Calvary cross and is risen for us on the third day, who ascended to heavens of heavens,
who makes intercession for us, who is coming against soon to save us from this evil world, and we will reign with him 1,000 years and forevermore, and by his grace we will rule with him forevermore, and we will rule with him forevermore by his grace, pulling down of do not settle, do not fear. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. സത്യവിശ്വാസികളെ അള്ളാഹു നിങ്ങൾക്ക്, അതായത് ഈ പിന്നെ കള്ളദേവൻ, അതായത് ഗോത്രദേവൻ അല്ലെങ്കിൽ ഈ പിന്നെ വ്യാജദേവൻ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന വിശിഷ്ട വസ്തുക്കളെ നിങ്ങൾ നിഷിദ്ധമാക്കരുത്. എന്ന് വെച്ചാൽ അന്യൻ്റെ സ്ത്രീകളെയും അന്യൻ്റെ ഭാര്യമാരെയും അതുപോലെ തന്നെ പിന്നെന്താണ് ബലാത്സംഗവും അതുപോലെ തന്നെ ഭർത്താക്കന്മാരും പിന്നെ പല പിതാക്കന്മാരുടെയും പെൺമക്കളെയും അതുപോലെ തന്നെ ബ്രദേഴ്സിനെയൊക്കെ വെട്ടിക്കൊന്നുകളഞ്ഞിട്ട് അവരുമായിട്ട് നിങ്ങൾ എന്താണ് ഇല്ലീഗൽ സെക്സ്, കുളിക്കാതെ അവരെ വഷളാക്കുകയും അവരെ ബലാത്സംഗം ചെയ്യുക, അവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്താണ് ഇവിടെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിശിഷ്ട വസ്തുക്കൾ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. ഇതൊന്നും ആസാദി മലയാളം ചാനലൊന്നും കണ്ടില്ലേ, ഇതൊന്നും മറുനാടൻ ഷാജൻ കണ്ടില്ലേ. കണ്ണുണ്ടായാൽ മാത്രം പോരാ, കാണുകയും വേണം. ചെവിയുണ്ടായാൽ മാത്രം പോരാ, കേൾക്കുകയും വേണം. ആസാദി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ഫിന്നി യോഹനാൻ എന്ന് പറയും. അതുപോലെ തന്നെ മറുനാടൻ എന്ന ചാനലുണ്ട്. ഇവരൊന്നും ഒന്നും കാണുന്നില്ലേ? അനുമോദനം അഭിനന്ദനമൊക്കെ അയക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാണേണ്ട കാര്യങ്ങളെ കണ്ടിട്ട് ഇതിനെ റെസിസ്റ്റ് ചെയ്യണം. ജീസസ് ക്രൈസ്റ്റിന്റെ മുമ്പിൽ ഇതൊന്നും ഒന്നുമല്ല. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ ബോധവാന്മാരാക്കണം. ഓരോരുത്തർക്ക് ഓരോ ശുശ്രൂഷയുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഇങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിയോട് ടൈപ്പ് ആവുന്ന വി ഡി സതീശനെ എനിക്ക് വെളുപ്പിക്കാൻ പറ്റത്തില്ല. വി ഡി സതീശൻ അതിൽ നിന്ന് എക്സിറ്റായി രക്ഷപ്പെട്ടു പോരുക. ടിനു ജോർജൽ ആരായിരുന്നാലും അങ്ങനെയുള്ള ഈ പിന്നെ അവരൊക്കെ ക്രിയേഷൻസാണ്, ക്രൈസിസസിന്റെ കീഴിലുള്ളതാണ്. ക്രൈസിസസ് എന്താണ് അവരെ രക്ഷിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ദുർമതത്തിൽ നിന്നും അല്ലെങ്കിൽ ഫാൾസ് റിലീജിയനിൽ നിന്നും അന്യമത പിന്നെ സേവകളാകുന്ന ജമാഅത്തെ ഇസ്ലാമിൽ നിന്നും ഈ ക്രൂരമതത്തിൽ നിന്നൊക്കെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടു വരട്ടെ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ പറയപ്പെട്ട പാസ്റ്റർമാർ ഇതൊക്കെ കൂടുതൽ പഠിച്ചാൽ വിമർശിക്കുന്നവരാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. മാത്രമല്ല വി ഡി സതീശനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദെൻ യുവർ ഫാമിലി സേവ്ഡ്. അതായത് മറ്റൊരുത്തലിന് രക്ഷയില്ല. നാം രക്ഷാരോപ്പൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു ഞാൻ എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതായത് ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദെൻ യുവർ ഫാമിലി സേവ്ഡ്. ദർ ഈസ് നെയ്തർ ഈസ് ദെയർ സാൽവേഷൻ ഇൻ എനി അതർ, for there is none other name under heaven given among men whereby we must be saved. If you confess with your mouth that എന്താണ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് and believe with your heart that God has raised him from the dead, then you shall be saved. You will be saved. For with the heart man believeth unto righteousness, and with the mouth confession is made unto salvation. For whoever calls upon the name of the Lord shall be saved. If a person believeth and is baptized in the name of our നാം എന്നെ അടിമത്തിൽ കൂടി പോരുത്, ആശ്രീ പീസ് യു, നാം എന്നെ അടിമത്തിൽ കൂടി പോരുത്. ഫോർ ബദനി ഹോൻ കാൽബട്ട് ഇൻ ദ നെയിം ഓഫ് അവർ Lord and Savior Jesus Christ, then you will be saved. If a person believeth and is baptized in the name of our Lord and Savior Jesus Christ, then you will be saved. If a person believeth not, that person shall be condemned. O wretched man that time, who shall deliver me from the body this death? Now there is no more condemnation. Those are in Christ Jesus, the law of the Spirit of life in Christ Jesus has set me free from the law of sin. റോമർ 8:1 നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. Christ Jesus is rich enough to those who call upon him. For ബദനി ഹോൻ കാൽബട്ടി. നാമോ പിന്നെയും ഭയപ്പെടേണ്ടതിന് ബന്ധനത്തിന് ആത്മനൽ പിതാവെന്ന് വിളിക്കുന്ന സൺഷിപ്പിന്റെ ആത്മനത്രേ നാമിനെ അടിമത്തിൽ കൂടി വരുന്നത്. ഗോഡ് ഈസ് നോട്ട് യാത്ര കൺഫ്യൂഷൻ ബട്ട് പീസ്. അബ്ബാബിതെന്ന് വിളിക്കുന്ന സൺഷിപ്പിന്റെ ആത്മനത്രേ പ്രാപിച്ചത്. ഭീരുത്വത്തിന്റെ ആത്മനല്ല, ശക്തിയുടെ സ്നേഹത്തിന്റെ സ്വഭാവത്തിന്റെ ആത്മനത്രേ ഗോഡ് ഈസ് ഏബിൾ ദൈവം നമുക്ക് നൽകിയത്. exceeding joy, great joy, Lord of peace. Every good gift and every perfect gift is coming from above the Father of lights. Living God who gives richly all things in joy. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോർ ബദനി ഹോൻ കാൾഡ് ലിബർട്ടി. എന്താണ്, ജീസസ് ക്രൈസ്റ്റ് നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് വിശ്വസിച്ച് ഹോളി കമ്മ്യൂണിയനിൽ ക്രൈസ്റ്റ് ജീസസിൻ്റെ എന്താണ് നെയിമിനെ കുറിച്ചും അതുപോലെ തന്നെ ക്രൈസ്റ്റ് ജീസസിന് എന്താണ് ഗോസ്പൽ ഓഫ് ഗ്രേസ് പഠിപ്പിക്കുന്നിടത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരുവത്താഴം നമ്മളെടുത്ത്, അതായത് ലോർഡ്സ് ടേബിളിൽ നമ്മൾ പങ്കാളിയാകുകയും പറ്റുന്നിടത്തോളം പാദ ശുശ്രൂഷയിലും ലോർഡ്സ് ടേബിളിലൊക്കെ പങ്കാളിയെ തീരുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം എന്താണ് അനുഗ്രഹവും മറ്റ് ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ടാവും. ജീസസ് ക്രൈസ്റ്റിൻ്റെ വരവോളം അദ്ദേഹത്തിൻ്റെ ലോർഡ്സ് ടേബിൾ എന്ന് വെച്ചാൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ വരവോളം പിന്നെ എന്താണ് ഇത് പ്രസ്താവിക്കുന്നത്, ജീസസ് ക്രൈസ്റ്റ് വന്നിട്ടില്ലെന്ന് പ്രസ്താവിക്കുന്നു. ഈ അപ്പം കാണിക്കുന്ന വെച്ചാൽ ജീസസ് ക്രൈസ്റ്റ് വന്നിട്ടില്ലെന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റിൻ്റെ എന്താണ് ബ്ലഡിൻ്റെ പിന്നെന്താണ് നമുക്കൊരു അനുകൂലത. ജീസസ് ക്രൈസ്റ്റിൻ്റെ ബ്ലഡ് നമുക്ക് അനുകൂലമാണ്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ബ്ലഡ് ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി നമുക്ക് വേണ്ടി ആസ്ത്രി പീസ് വാദിക്കുന്നു. അപ്പം പുള്ളിങ് ഗോഡ് ഈസ് നോട്ട് യാതൊരു കൺഫ്യൂഷൻ ബട്ട് ഓഫ് പീസ്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ബ്ലഡ് നമ്മളെല്ലാ കൺഫ്യൂഷനിൽ നിന്ന് വിടുവിച്ചു. ജീസസ് ക്രൈസ്റ്റിൻ്റെ ബ്ലഡ് ഉണ്ടെങ്കിൽ നമ്മളെ സംഹാരകൻ തൊടുകയില്ല. പുള്ളിങ് ടോൺ സ്ട്രോൾസ്
ജീസസ് ക്രൈസ്റ്റിൻ്റെ ബ്ലഡ് നമുക്ക് അനുകൂലമാണ്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ബ്ലഡിനോട് നമുക്കൊരു കൂട്ടായ്മയുണ്ട്. ജീസസ് ക്രൈസ്റ്റിൻ്റെ അപ്പത്തിൻ്റെ ബ്ലെസ്സിങ്സ് നമുക്കുണ്ടാവും. പുള്ളിംഗ് ഡൊണേഷൻസ് ഫ്രീലി ശ്രീ ബി സി. അതുകൊണ്ട് ഹസൻ കരുനാഗപ്പള്ളിയോ അല്ലെങ്കിൽ പാണക്കാട് ഷിഹാബ് അലി തങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ തിരുമല മോസ്കുകാരോ അല്ലെങ്കിൽ മറ്റേ അങ്കിളോ ജബ്ബാർ അങ്കിളോ ആ അങ്കിളോ ഈ അങ്കിളോ ഹാജ അങ്കിളോ ഒന്നും പറഞ്ഞ് കേൾക്കാതെ ക്രൈസ്റ്റ് ജീസസിൻ്റെ കൃപയിലേക്ക് കടന്നു വന്ന് ഫോർബിഡൻ യോഹൻ കാൾഡ് ടു ലിബർട്ടി, സഹോദരന്മാരെ സ്വാതന്ത്ര്യത്തിന് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ക്രൈസ്റ്റ് ജീസസിൻ്റെ കൃപയിൽ ആശ്രയിച്ച് എന്താണ് തിരുവത്താഴത്തിലൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഗോസ്പൽ ഓഫ് ഗ്രേസ് നമ്മൾ കേട്ട്, ലീഗലിസം അല്ല, ഫ്രീലി കേട്ടിട്ട് ക്രൈസ്റ്റ് ജീസസിൻ്റെ അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവരുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവരാകാൻ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാണ് നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. മൈ യോക്കി സീസി ആൻഡ് മൈ ബർഡൻ ഈസ് ലൈറ്റ്. ക്രൈസ്റ്റ് ജീസസ്, അതായത് മൈ യോക്കി സീസി ആൻഡ് മൈ ബർഡൻ ഈസ് ലൈറ്റ്, കഠിനമല്ല, ക്രിസ്ത്യേഷന് മുഖം താങ്ങാൻ പറ്റുന്നതാണ്. അല്ലാതെ താങ്ങാൻ പറ്റാത്തതായിട്ടോ അല്ലെങ്കിൽ ഈ സഭയിൽ വന്നാലോ അല്ലെങ്കിൽ ഇന്നതുപോലെ ഉപവസിച്ചാലോ അങ്ങനെയൊന്നും ക്രൈസ്റ്റ് ജീസസ് പറയുന്നില്ല. ക്രൈസ്റ്റ് ജീസസിൽ കൂടെ മാത്രമേ ഞാൻ തന്നെ വഴിയും സത്യം ജീവനും ഒന്നും ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും ഫാദറിൻ്റെ അടുക്കൽ എത്തിച്ചേരാൻ കഴിയുകയില്ല. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്, നോ വൺ കംസ് ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്നെ കണ്ടവൻ ഫാദറിനെ കണ്ടിരിക്കുന്നു. ക്രൈസ്റ്റ് ജീസസ് തന്നെയാണ് ഫാദറും സണ്ണും ഹോളി സ്പിരിറ്റ്, പവിത്രാത്മ. ക്രിസ്തേശു നമ്മളെ പുള്ളിംഗ് ഡൊണേഷൻസ് രക്ഷിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുക, പ്രത്യാശ വെച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മുന്നേറുക. പുള്ളിംഗ് ഡൊണേഷൻസ് എല്ലാ രോഗങ്ങൾ മാത്രമല്ല നമുക്ക് രക്ഷയും കൂടെ കിട്ടും. ഫോർബിഡൻ യോഹൻ കാൾഡ് ലിബർട്ടി. അതുകൊണ്ട് മോളി ചേച്ചി നെഞ്ചിബർ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേസ് എന്താണ് ഫ്രീലിയാണ്, അത് കണ്ടീഷനെ ബേസ് അല്ല. അൺഡിസേർവ്ഡ് ഫേവർ അല്ലെങ്കിൽ നമുക്ക് യോഗ്യതയില്ലാതെ തരുന്നതായിട്ടുള്ള സ്ഥാനമാണ് ഗ്രേസ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഉപവസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസം ഫാസ്റ്റ് ചെയ്തുകൊണ്ടോ ഒരു ചർച്ചിൽ പോയതുകൊണ്ടോ അല്ല. ക്രൈസിസിൻ്റെ ഗ്രേസ് ഫ്രീലി അൺഡിസേർഡ് ആയിട്ടുള്ള നമുക്ക് കിട്ടിയതാണ്. അങ്ങനെ ആ ക്രൈസിസിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, രക്ഷ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നത്. ഹു ഹാസ് ഡെലിവേർഡ് us ഫ്രം സോ ഗ്രേറ്റ് ഡെത്ത് ആൻഡ് ഡോത്ത് ഡെലിവർ ഇൻ യു ട്രസ്റ്റ് ആറ്റ് ഹി വിൽ ഐറ്റ് ഡെലിവർ us. നമ്മളൊരു കാര്യം ചെയ്യണം, ജോസഫ് പ്രിൻസിൻ്റെ ഗോസ്പൽ ഓഫ് ഗ്രേസ് മിനിസ്ട്രീസൊക്കെ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. ഫോർബിഡൻ യോഹൻ കാൾഡ് ലിബർട്ടി. ഈ ആവശ്യമില്ലാത്ത കടുംപിടുത്തമൊക്കെ ഉപേക്ഷിക്കുക. ഫോർബിഡൻ യോഹൻ കാൾഡ് ലിബർട്ടി. നമ്മുടെ ചർച്ചിൽ വന്നാലേ അങ്ങ് ഗുണപ്പെട്ടുള്ളൂ, അങ്ങനെയൊന്നും ബൈബിളിൽ ഒരിടത്ത് എഴുതിയിട്ടില്ല. മൈ യോക്കി സി സി ആൻഡ് മൈ ബർഡൻ ഈസ് ലൈറ്റ്, അതൊക്കെ രഞ്ജിബർ മോളിച്ചേക്കൊന്ന് മനസ്സിലാക്കി ഒരു ഫ്രീ മൈൻഡ്, മൈ യോക്കി സി സി ആൻഡ് മൈ ബർഡൻ ഈസ് ലൈറ്റ്, ആ ഒരു ഫ്രീഡത്തിലേക്ക് കടന്നു വരണം. ആളുകളെ വെറുതെ ബന്ധനസ്ഥരാക്കരുത്, ആളുകളെ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കരുത്. മനസ്സിലായല്ലോ? ഭീരുത്വത്തിൻ്റെ ആത്മനല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മനത്ര ഗോഡ് സിവിളിറ്റി നമുക്ക് നൽകിയത്. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ബന്ധനത്തിൻ്റെ ആത്മനല്ല അഭാവിതം എന്ന് വിളിക്കുന്ന സംശയത്തിൻ്റെ ആത്മനത്ര എന്താണ് പ്രാപിച്ചത്. ഇപ്പോൾ വി ഡി സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ കണ്ടല്ലോ, കാത്തിരുന്ന് കാണാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്താണ് ഈ ലീഗലിസം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? ക്രൈസിസസ് നമുക്ക് ഫ്രീലി ആയിട്ട് തന്നിരിക്കുന്ന ആ റൈറ്റസസിനേക്കാൾ അധികമാണ് എന്തോ സംതിങ് നമ്മൾ ഉപസിക്കുന്നതും അല്ലെങ്കിൽ ഒരു വ്യക്തി ഉപസിക്കുന്നതും അവിടെ പോകുന്നതും ഇവിടെ പോകുന്നതും. അങ്ങനെ ഒരു ലീഗലിസം, അതായത് ക്രൈസിസസിനേക്കാൾ അധികം ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ ലീഗലിസത്തിലുള്ള അല്ലെങ്കിൽ ക്രൈസിസിനേക്കാൾ അധികം, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഈ അതായത് ക്രൈസിസസാണ് നമുക്ക് നീതി നൽകിയത്, അങ്ങയുടെ നീതിയാൽ തന്നെ നടത്തണമേ. അതായത് സ്വയനീതി എന്ന് പറയുന്നത് സാത്താൻ ഹൃദയത്തിൽ ഉത്ഭവിച്ചതായിട്ടുള്ള ഒരു അഹങ്കാരം, അതുപോലെ തന്നെ മനുഷ്യന് കൊല്ലാൻ ശ്രമിക്കുന്ന ഈ സ്വയനീതി, സെൽഫ് റൈറ്റസ്നെസ്, പരീക്ഷന്മാരിലും ശാസ്ത്രിമാരിലും ഉണ്ടായിരുന്ന അനുഭവം, അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് ദൂരത്തെറിഞ്ഞു കഴിഞ്ഞാൽ ഫ്രീലി നമുക്ക് എന്ത് ചെയ്യാം, ക്രൈസിസിൻ്റെ ബ്ലെസ്സിങ് സൗജന്യമായിട്ട് പ്രാപിക്കാം. ഹൃദയം കടിനപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ലെന്ന് രഞ്ജിബറിനോടും മോളി ചേച്ചിയോടും പുള്ളിംഗ് ഡൊണേഷൻസ് ഗോഡ് ഈസ് നോട്ട് യാതൊരു കൺഫ്യൂഷൻ ബട്ട് പീസ് ആസ്പ്രി ബീസ് യു. എന്താണ് ഫോർബിഡൻ യോഹൻ കാൾഡ് സ്നേഹത്തോടുകൂടി എന്ത് ചെയ്യുന്നു, ആസ്പ്രി ബീസ് യു പ്രസ്താവിക്കുന്നു. പുള്ളിംഗ് ഡൊണഫ് നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. പുള്ളിംഗ് ഡൊണഫ് ട്രോൾസ് ക്യാൻസിനോട് ഇമേജിനേഷൻസ് രഞ്ജിബറിനോട് മോളി ചേച്ചിയോട് സ്നേഹത്തോടെ എന്ത് ചെയ്യുന്നു, വിഷ് ചെയ്യുന്നു പുള്ളിംഗ് ഡൊണഫ്. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത, അതായത് കടുംപിടുത്തമൊന്നും വേണ്ട, ക്രൈസിസിൻ്റെ ഗ്രേസിലേക്ക് കടന്നു വരിക, ഖുറാനൊക്കെ പഠിച്ച് വിമർശിക്കുക. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ പിന്നെ ഖുറാൻ വിമർശനം കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്യുക. എന്തായാലും നിങ്ങളത്തെ കടുംപിടുത്തം വേണ്ട. അല്ലെങ്കിൽ ഒരു സ്നേഹമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പ്രബോധിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ലീഗലിസം, അതായത് സെൽഫ് റൈറ്റസ്നെസ്സിലേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അതിലേക്ക് വന്ന് പിന്നെ ഒരു മനസ്സിലാകുന്നുണ്ടോ, അതിൻ്റെ ഈവൽ കോൺസിക്വൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മുൻകൂട്ടി വാൺ ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പുള്ളിംഗ് ഡൊണേഷൻസ് ക്യാൻസലിൻ്റെ ഇമേജിനേഷൻസ്. അതുപോലെ തന്നെ പണ്ട് നിങ്ങൾക്കിപ്പം പിന്നെ എന്താണ് ശരിക്കും പറഞ്ഞാൽ കുന്നമ്പാറ ജോയി ബ്രദറിനോടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടൊക്കെ എന്തെങ്കിലും, അപ്പോൾ അവരോടൊക്കെ എന്ത് ചെയ്യാം, ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ ഇടപെടാം. മനസ്സിലായി? എന്നെക്കാളും മറ്റൊരു വലുതോ അങ്ങനത്തെ ഈഗോസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ട. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഫോർബിഡൻ യോഹൻ കാൾഡ് ലിബർട്ടി. സ്ത്രീകൾക്ക് ശുശ്രൂഷ ഉണ്ടില്ലെന്ന് പറയുന്നില്ല, തീർച്ചയായിട്ടും മോളി ചേച്ചിക്ക് അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുക, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഫോർബിഡൻ യോഹൻ കാൾഡ് ലിബർട്ടി. പിന്നെ എന്താണ് ഫോർബിഡൻ യോഹൻ പ്രവചനത്തെയൊക്കെ സൂക്ഷിക്കുക.
ടെസ്റ്റ് ആൾ തിങ്സ്, സോൾവ് ഫാസ്റ്റ് വാട്ട് ഈസ് ഗുഡ്, അബ്സ്റ്റെയിൻ ഫ്രം എവറി ഫോം ഓഫ് ഈവിൾ. പ്രവചനം കറക്റ്റാണോ അല്ലെന്ന് കണ്ടെത്താനുള്ള ഒത്തിരി ടൂൾസ് നമ്മുടെ പക്കലുണ്ട്. മാനുഷികമാണോ ദൈവികമാണോ സാത്താന്യമാണോ എന്ന് കണ്ടെത്താനുള്ള ഒത്തിരി ടൂൾസ് നമ്മുടെ പക്കൽ ബൈബിളിൽ തന്നിട്ടുണ്ട്. അതൊക്കെ നോക്കി കണ്ടുപിടിക്കുക, ഞാനും താങ്കളും ഉൾപ്പെടെ. അതായത് ഇപ്പം മനുഷ്യന് ദൈവം ചില അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദാസന്മാർക്ക് അധികാരവും ഓരോരുത്തരും അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിക്കാൻ കൽപ്പിച്ചതുപോലെ തന്നെ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട്. മർക്കോസ് 13:34 മുതൽ 37 വരെയൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കുക. ഓരോരുത്തർക്ക് ഓരോ ശുശ്രൂഷയാണ്. അവിടെ ദാസന്മാർക്ക് അധികാരം ഓരോരുത്തരും അതത് ശുശ്രൂഷ എന്നാണ് വായിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചോട്ടോ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഫോർബിദൻ യുവൻ കാൽവട്ടി, നാമിനെ അടിമത്തിൽ കൂടിപ്പോരുത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചോട്ടോ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ക്രൈസ്റ്റ് ജീസസ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇപ്പം ചില പ്രവചനങ്ങൾ എന്താണ് ദൈവികമാകാം, സാത്താന്യമാകാം, മാനുഷ്യമാകാം. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ക്രൈസ്റ്റ് ജീസസിൻ്റെ കൃപയിൽ ആശ്രയിക്കുക. ഒരു പ്രവചനം ഫുൾഫിൽ ആയോ എന്ന് നോക്കുക. പിന്നെ ആവർത്തനം 13:1 നോക്കുക. ഇപ്പം വി.ഡി. സതീശൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം ജമാഅത്ത് ഇസ്ലാമിയിൽ ഉൾപ്പെടുന്ന അന്യദൈവങ്ങളെ, തുഷാരെയും ഹുബലിനെയും അള്ളാഹുവിനെയൊക്കെ സേവിക്കാൻ പറഞ്ഞ് അങ്ങനെ അത് ഉൾപ്പെടുന്ന മുസ്ലിം മതത്തിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഫോളോ ചെയ്യരുതെന്നാണ് വായിക്കുന്നത്. ആ അർത്ഥത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആവർത്തനം 13:1 വായിച്ചു നോക്കുക. ഇനിയൊരു പാസ്റ്റ് പറഞ്ഞ പ്രവചനം ഫുൾഫിൽ ആയാലും ആ ജമാഅത്ത് ഇസ്ലാമി എന്താണ് തുഷാരെയും ഹുബലും അതുപോലെ തന്നെ എന്താണ് അവരുടെ അള്ളാഹിനെയൊക്കെ ഫോളോ ചെയ്യുന്ന രീതിയിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന എന്താണ് ഒരു മതമാണെങ്കിൽ അത് അന്യദൈവ ഫോറിൻ ഗോഡ്സാണ്. അപ്പോൾ അതിലേക്ക് എന്താണ് നയിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഫോളോ ചെയ്യേണ്ടെന്നാണ് ആവർത്തനം 13 നമ്മൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ പുള്ളിങ് ഡോൺ സ്നോൾസ് നാമിനെയും കാഷിനോട് മേജ് നിഷൻസ് നാമിനെ അടിമത്തിൽ കൂടി വരുത്. അപ്പോൾ അങ്ങനെയുള്ള ഇസ്ലാം മതത്തിനെ അൺഫോളോ ചെയ്യുക. അപ്പോൾ അത് ഏത് പാസ്റ്റ് അതിലേക്ക് നയിക്കുന്നതിലേക്ക് പിന്നെ ഒരു പ്രേരണ ചെലുത്തിയിരുന്നാൽ അതിനെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. വി.ഡി. സതീശനോട് നമുക്ക് വിരോധമില്ല. UDF itself is not a sin or a blameful thing. But when UDF is tied up with the Jamaat Islami and Muslim League and something like that, it is a hidden agenda or it is a trap or it is a foreign god worship. It is a type of foreign god worship or something like that. So we have to avoid like that religion, and we have to defend that. We have to resist that. Resist the devil, then he shall flee from you. Resist him steadfast in faith. These kinds of hidden agenda of Jamaat Islami and Mujahid and also Muslim League, that we are resisting in the name of our Lord and Savior Jesus Christ. Again, thanks God for the Savior, the Lord. Kodum Islamana, and it is greater than King Cobra's poison. Forbidden Yuhan Kalvate. അപ്പോൾ ഇസ്ലാം മതത്തെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, റെസിസ്റ്റ് ചെയ്യുക. അത് ടിനു ജോർജ് പറഞ്ഞാലും ടിജോ ജോസഫ് പറഞ്ഞാലും ആര് പറഞ്ഞിരുന്നാലും നമ്മൾ സകലം ശോധന നല്ലത് മുറുകെ പിടിക്കുക. സകല ദോഷത്തെ മുട്ടകലുക. ബറോവക്കാരായ വിശ്വാസികളെ പോലെ പിന്നെ ഒരു വചനം കേട്ടുകഴിഞ്ഞാൽ ആ വചനം അത് തിരുവഴുത്തുമായിട്ട് ചേർന്ന് അത് ഒരാൾ പറയുന്ന വചനം അല്ലെങ്കിൽ ഒരാൾ പറയുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു വചനം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വചനം കേൾക്കുക മാത്രമല്ല അത് അങ്ങനെ തന്നെ ദിനംപ്രതി ശോധന ചെയ്തുകൊണ്ടിരുന്നു. ടെസ്റ്റ് ആൾ തിങ്സ്, സോൾവ് ഫാസ്റ്റ് വാട്ട് ഈസ് ഗുഡ്, അബ്സ്റ്റെയിൻ ഫ്രം എവറി ഫോം ഓഫ് ഈവിൾ. വചനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പം എന്താണ്, അതായത് നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമാകും. അപ്പോൾ ആ ബൗണ്ടറി വിട്ട് പുറത്തു പോകുന്ന ഏത് കാര്യങ്ങളും നമ്മളൊന്ന് ബിവെയർ ഓഫ് ദാറ്റ് ആവുക. ബൗണ്ടറിക്ക് അകത്താകുക. നമുക്ക് അധികാരങ്ങൾ ക്രിസ്ത്യൻസ് തന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതൊക്കെ എൻജോയ് ചെയ്യാം. എക്സൈഡ് എൻജോയ് ഗ്രേറ്റ് ലോഡ് ഓഫ് പീസ്. അപ്പോൾ വി.ഡി. സതീശനിലേക്കുള്ള ഉത്തരത്തിലേക്ക് മടങ്ങി വരുമ്പോൾ 5:87 നമ്മൾ എന്താണ് വായിക്കുന്നത്? സത്യവിശ്വാസികളെ പിന്നെ എവരെ ദേവൻ നിങ്ങൾക്ക് അനുവദിച്ചു വന്ന വിശിഷ്ട വസ്തുക്കളെ നിങ്ങൾ നിശ്ചിതമാക്കരുത്. അതായത് ഇങ്ങനെയുള്ള ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും അധർമ്മങ്ങളും അനീതികളും അതുപോലെ തന്നെ പിന്നെ അന്യ സ്ത്രീകളെയും അതുപോലെ തന്നെ മദ്യവും മദ്യപ്പുഴകളും അതുപോലെ തന്നെ ഹൈദരാലിയും അങ്ങേരുടെ മോനെ ടിപ്പു സുൽത്താനും പണ്ട് 1718 അതായത് പിന്നെ എന്താണ് 1700 18-ാം നൂറ്റാണ്ടിൽ ചെയ്തിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ അതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്. പല ഹിന്ദു സ്ത്രീകളെയും ക്രിസ്ത്യൻ സ്ത്രീകളെയും അല്ലെങ്കിൽ നോൺ മുസ്ലിം സ്ത്രീകളെയൊക്കെ ബലാത്സംഗം ചെയ്തതായിട്ടുള്ള അങ്ങനെയുള്ള നീച പ്രവൃത്തികൾ മനസ്സിലാവുന്നുണ്ടോ? വിശിഷ്ട വസ്തുക്കളെ നിങ്ങൾ എന്താണ് നിഷിദ്ധമാക്കരുത്. നിങ്ങൾ പരിധി ലംഘിക്കുകയും ചെയ്യരുത്. പരിധി ലംഘിക്കുന്നവരെ അവരെ ദൈവം എന്ത് ചെയ്യത്തില്ല, ഇഷ്ടപ്പെടത്തില്ല. അവൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പാർപ്പും മറപ്പാണ്. വി.ഡി. സതീശനും ആസാദി മലയാളം എന്നൊരു ചാനലുണ്ട്, ഫിന്നി യോഹനൻ എന്ന് പറയും. അവരൊന്നും കണ്ണുണ്ടായിട്ടത് കാണുന്നില്ലേ, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല. അതായത് സഹോദരന് സ്നേഹമുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ശാസിക്കുന്നത്. ജ്ഞാനിയെ ശാസിക്കാൻ പറയുന്നുണ്ട്, അവൻ ചിലപ്പം നിന്നെ സ്നേഹിക്കുമെന്നും പറയുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ സഹോദരന സ്നേഹമുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ശാസിക്കുന്നത്. പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് ക്യാൻസർ ഓൺ ഇമേജിനേഷൻസ് അവിശ്വാസികളോട്, അതായത് ഈ ഇസ്ലാം മാത്രം റെസിസ്റ്റ് ചെയ്യും ഫോർബിഡൻ ഈവൻ കൗണ്ടർ ലിബർട്ടി. എന്തായിരുന്നാലും നമുക്ക് ഒന്നിച്ച് പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് ക്യാൻസർ ഓൺ ഇമേജിനേഷൻസ് സബ്സ്ക്രൈബ് ടു പ്രൈസ് ദ ലോർഡ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് അവർ ലോർഡ്സ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, താങ്ക്സ് ടു അതായത് ഫോർബിഡൻ ഈവൻ ബട്ട് ഗിവ് താങ്ക്സ് ടു ഗോഡ് ഫാദർ ദ സേവിയർ ദ ലോർഡ് നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ദുഷ്ടമതത്തെ, ഈ ഒരു ജമാഅത്തെ ഇസ്ലാമി, ഈ ഒരു മുസ്ലിം ലീഗ് മതത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, തറ പറ്റിച്ച് ആ മതിലൊക്കെ ഇടിച്ചു കളയാൻ തക്കണം ഇടയിൽ തരും. പഴയ നിയമത്തിലൊക്കെ ഈ വരുന്ന ശത്രുക്കളുടെ ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കി അവരെ തമ്മിൽ ചിതറിച്ചത് എങ്ങനെയാണെന്നൊക്കെ വ്യക്തമായിട്ട് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സൈന്യങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഫോർബിഡൻ ഈവൻ കൗണ്ടർ ലിബർട്ടി. അതുകൊണ്ട് വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ അങ്ങേര് ഇങ്ങനെയൊക്കെ ജമാഅത്തെ ഇസ്ലാമി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഹു ഹാസ് ഡെലിവേർഡ് അസ് ഫ്രം സോ ഗ്രേറ്റ് ഡെത്ത് ആൻഡ് ഡോത്ത് ഡെലിവർ ഇൻ യു ട്രസ്റ്റ് ദാറ്റ് ഹി വിൽ ഡെലിവർ അസ്. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ കാണണം, വിശ്വസിക്കണം. ഫോർബിഡൻ ഈവൻ കൗണ്ടർ ലിബർട്ടി, പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് ക്യാൻസർ ഓൺ ഇമേജിനേഷൻസ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നു, നിർത്തുന്നു. അപ്പോൾ എന്തായിരുന്നാലും ക്രൈസ്റ്റ് ജീസസിൻ്റെ ഗ്രേസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് ട്രിവാൻഡ്രം പിന്നെന്താണ് തെക്കൻ ഏരിയകളിൽ, അതായത് കിഴക്കൻ ഏരിയകളിലൊക്കെ ഏതാണ്ട് കാലവർഷം തുടങ്ങിയതുപോലത്തെ അനുഭവമാണ്. ആകാശം മേഘാവൃതമാണ്, ക്ലൗഡിയാണ്. ഇതാ തൊട്ടപ്പുറത്ത് നമ്മൾ ദിവസവും കാണുന്ന മീൻ പിടിക്കാൻ വരുന്നതായിട്ടുള്ള മിലിറ്ററിയിലുള്ള ബ്രദർ മീൻ പിടിക്കാൻ അപ്പുറത്ത് വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും ഞാൻ കൂടെയൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. ഫോർബിഡൻ ഈവൻ കൗണ്ടർ ലിബർട്ടി. നാം ഇനി അടിമത്തിൽ കുടിപ്പോരുത്. കൂടെയൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. എന്തായിരുന്നാലും ക്രിസ്തയേശു ഇത്രയും എനിക്കും ആയുസ്സൊക്കെ തന്നിട്ടുണ്ട്. മാത്രമല്ല ശ്വാസമുട്ടിൻ്റെ അനുഭവങ്ങളും അതുപോലെ ചുമയുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ യൂറിൻ കുറവായ അനുഭവങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഏകാന്തതയുടെ അനുഭവത്തിൽ നിന്നും കഫത്തിൻ്റെ അനുഭവത്തിൽ നിന്നും അതുപോലെ തന്നെ എന്താണ് പിന്നെ തേര് കയറുമ്പോൾ പണ്ട് കുറച്ച് ശ്വാസമുട്ടൊക്കെ ഉണ്ടായിരുന്ന അനുഭവത്തിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ എന്താ രാത്രി കിടക്കുമ്പോൾ സ്ലീപ്പിംഗ് ആപ്പിനി ഉറക്കത്തിൽ ഞെട്ടി നിന്ന് കഫം കയറി ശ്വാസം മുട്ടുന്ന അനുഭവത്തിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ ടക്ക എന്നൊക്കെ ചുമയ്ക്കുന്ന നാട്ടുകാർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് അങ്ങനത്തെ അനുഭവത്തിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ പിന്നെ കാലിലെ പിന്നെ വെരിക്കോസ് വെയിൻ പോലത്തെ അനുഭവത്തിൽ നിന്നും കാലിലെ മുറിവിൽ നിന്നും അതുപോലെ തന്നെ ചെസ്റ്റിലെ നെഞ്ചിലെ ഭാരത്തിൽ നമ്മളൊക്കെ കയറ്റം കയറുന്ന സമയത്ത് അല്ലാത്ത സമയത്ത് സ്കൂട്ടർ ഓട്ടിക്കുന്ന സമയത്ത് നെഞ്ചിലൊക്കെ ഒരു ഭാരം പോലെ തോന്നും, നെഞ്ചെരിച്ചിൽ പോലെയൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ വിചാരിക്കും വേറെ എന്തോ ആണെന്ന്, പിന്നെ കാർഡിയാക്ക് സംതിങ് ആണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ഹി ഹിംസെൽഫ് ടുക്ക് അവർ ഇൻഫർമിറ്റീസ് ആൻഡ് ബോർ അവർ സിക്നസസ് ബൈ സ്ട്രൈപ്സ് ഹി ആർ ഹീൽഡ്. Who has delivered us from so great death and doth deliver in whom trust that he will let deliver us. Christ is freely രക്ഷിച്ചതിനെ ഓർത്ത് ഫോർബിഡൻ നാമിനെ അടിമത്തിൽ കൂടിപ്പോരുത്. What is not the other confusion but of peace. Thank you our Lord Jesus Christ. Giving thanks to God Father from the Savior the Lord pulling down us also. Christ is ഇത്രയും നമുക്ക് ആനന്ദവും സൗഖ്യം നൽകിയതിനെ ഓർത്ത് ക്രൈസ്റ്റ് ഈസ് അത്രയും വെടിവെച്ചതിനെ ഓർത്ത് ഫോർബിഡൻ പറ്റി താങ്ക് യു അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഗിവിങ് താങ്ക്സ് ടു God Father from the Savior the Lord pulling down us also. എന്തായാലും ക്രൈസ്റ്റ് ജീസസ് ഇത്രയും മനോഹരമായിട്ട് അത്ഭുതകരമായിട്ട് ഫ്രീലി വിടുവിച്ചു. അലോപ്പതിയിലൊന്നും പോയി അല്ലെങ്കിൽ ഹോമിയോപ്പതിയിലൊന്നും പോയി ഒരുപാട് ക്യാഷൊന്നും ചിലവാക്കേണ്ടി, അതായത് ഒരുപാടെന്നല്ല. പിന്നെ മദർ ഈ മെയ് മാസത്തിൽ തന്നെ അലോപ്പതി ഒരു അഞ്ജന ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു പൾമ്യൂണോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അതായത് ശ്വാസകോശ രോഗ വിദഗ്ധ പൾമ്യൂണോളജിസ്റ്റ് അങ്ങനെയുള്ള ഒരാളിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അഞ്ജന ഫ്രാൻസിസ് ആണ്. ശാസ്ത്രമേഖല ആർക്കേഡിയിലാണ്, പൾമോണോളജി വിഭാഗത്തിലാണ് പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നത്. കുറച്ച് മെഡിസിൻ കഴിച്ചു, AB ഫൈലവും പിന്നെ അതുപോലെ തന്നെ മൈ ലൈഫും കഴിച്ചു. ഡോക്ടർമാർക്ക് ബുദ്ധി കൊടുത്തിരിക്കുന്നവരാണ്, അവർ ഉള്ളോണസ് ജീസസ് ക്രൈസ്റ്റ് ആണ്. എന്തായാലും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ കയറ്റമൊക്കെ നമുക്ക് അത്യാവശ്യം ഫ്രീ ആയിട്ടൊക്കെ നടക്കാം, കുതിരയെപ്പോലെ നമുക്ക് ചാടിച്ചാണ്ടി നടക്കാം. നെഞ്ചിലൊരു ചെറിയ പ്രശ്നം പോലെ എന്തോ സംതിങ് ഒരു ഇതാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ജീസസ് ക്രൈസ്റ്റ് ഹി ഹിംസെൽഫ് ടുക്ക് അവർ ഇൻഫർമിറ്റീസ് ആൻഡ് ബോർ ഓഫ് സിക്നസസ് ബൈ സ്ട്രൈപ്സ് ഹി ആർ ഹീൽഡ്. നമ്മൾ വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞാൽ മതി. ക്രൈസ്റ്റ് ജീസസ് നമ്മളെ ധാരാളമായി സഹായിക്കും. വിത്ത് സ്ട്രൈപ്സ് ഹി ആർ ഹീൽഡ്. അതുമാത്രമാണ് നമുക്കെന്താണ് ആശ്രയമായിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ മനുഷ്യരിലോ ഡോക്ടർമാരിലോ ആരെല്ലാം ആശ്രയിച്ചിരുന്നാലും പൂർണ്ണമായിട്ട് റിക്കവറി ഗ്ലോറിഫൈഡ് ബോഡിയൊന്നും നമുക്ക് കിട്ടാനില്ല. ക്രൈസ്റ്റ് ജീസസിൽ മാത്രമാണ് ഒരു ഗ്ലോറിഫൈഡ് ബോഡിയും പൂർണ്ണമായിട്ടുള്ള ഹീലിംഗും ക്രൈസ്റ്റ് ജീസസിൻ്റെ പക്കലാണ്. അതുകൊണ്ട് ക്രൈസ്റ്റ് ജീസസിൽ ധാരാളമായിട്ട് ആശ്രയിക്കുക. ക്രൈസ്റ്റ് ജീസസ് എന്തിനു വേണ്ടിയിട്ടാണ് ക്രൂസിൽ മരിച്ചതെന്നും ഉയർത്തെഴുന്നേറ്റെന്നും നമ്മൾ ചിന്തിച്ച ശേഷം ക്രൈസ്റ്റ് ജീസസിൻ്റെ കൃപയിലേക്ക് വരിക. അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ രക്ഷ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ നിന്നും മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഗോസ്പൽ പ്രവർത്തകർക്ക് ഗോസ്പൽ പറയാനുള്ള സ്വാതന്ത്ര്യം പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് നാമിനെ അടിമത്തിൽ കൂടി ഇവരതൊക്കെ നൽകുമെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം.
നമുക്ക് KJ യേശുദാസ് പാടിയതുപോലെ ഭ്രമണപഥം വഴി ദ്രുതചലനങ്ങളാൽ സൂര്യനീ ചുറ്റുമ്പോൾ ഭൂഹൃദയത്തിൻ സ്പന്ദനതാളം പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ് കാസിനോട് ഇമാജിനേഷൻസ് ഭൂഹൃദയത്തിൻ സ്പന്ദനതാളം പ്രാർത്ഥന ചൊല്ലുന്നു ലോർഡ് പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ് നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. ലാലുലസിൻ്റെ ഭാഷയിൽ പറഞ്ഞ് പേഴ്സണലായിട്ട് പറയുക, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിപ്പോൾ നിൽക്കുന്നത് കുണ്ടാങ്കടവ് ആറ്റിൻ്റെ ഇക്കരയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നോക്കുമ്പോൾ അക്കരയാണ്. ഇത് വിളപ്പിൽ പഞ്ചായത്ത് ഏരിയയിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. എന്തായാലും അമ്മ ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. അപ്പം തൽക്കാലം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അമ്മ അറിയണ്ട. പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ് ഞാനിങ്ങനെ ഒരു യൂട്യൂബറാണെന്നൊക്കെയുള്ള കാര്യം അമ്മയ്ക്ക് അറിയാമെന്തോ. എന്തായാലും അമ്മ അറിയണ്ട. അമ്മ കുറച്ച് സൈലന്റ് ക്യാരക്ടറാണ്. മോളിച്ച് ഞാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു, വിശ്വസിക്കുന്നു. നമുക്കെന്തായാലും ഭാരപ്പെടാതെ മുന്നോട്ട് ഭയപ്പെടാതെ നമുക്കെന്തായാലും ഭയപ്പെടാതെ നീങ്ങാം. പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ് every good gift and every perfect it is coming from above the Father of lights. Living God who gives richly all things to enjoy. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. അപ്പോൾ എന്തായിരുന്നാലും VD സതീശൻ ഒന്ന് അലേർട്ടായിട്ടിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഈ ഇസ്ലാമിന് ഉപയോഗിച്ചെങ്കിൽ ഇസ്ലാം നാളെ നിങ്ങളെയും ഉപയോഗിക്കാൻ ചിലപ്പം ഇടയത്തീരും. അതുകൊണ്ട് പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള പോലെ ഇരിക്കുന്ന ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ കാലാവില പരിഗ്രസ്തമായ ലോകം ആലോല ചേതസഭോഗങ്ങൾ തേടുന്നു. ഈ ഇസ്ലാമിൻ്റെ പുറകെ പോയി ഭോഗങ്ങളൊന്നും തേടാതെ, അധികാരം തേടാതെ, മനസ്സിലല്ലേ, പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവളയെ പോലെ UDFും VD സതീശനും LDFും ഒന്നും ആകാതെ. ഇനി BJP മറ്റൊരു വശമാണ്, അത് മറ്റൊരു രീതിയിൽ പറയാം. സാജു തോമസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാനലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, BJP വെള്ളയടിച്ചുകൊണ്ട് മണിപ്പൂരിലെ പ്രശ്നം ഗോത്രവർഗ്ഗക്കാർ തമ്മിലുള്ള പ്രശ്നം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് BJPക്കും അല്ലെങ്കിൽ മുസ്ലിമിന് അതിൻ്റെ പിന്നിൽ പിന്നെന്തുണ്ട് കാര്യമുണ്ട്. BJPക്ക് ഒരു പങ്കുമില്ലെന്നുള്ളത് BJP വെള്ളയടിക്കുന്നു, ബജ്രംഗദളിനെ വെള്ളയടിക്കുന്നു, പാസ്റ്റർമാരെയും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേവദാസന്മാരുടെ ഭാര്യമാരെയും അല്ലെങ്കിൽ ചർച്ചിലെ വിശ്വാസികളെ ആക്രമിക്കുന്ന കാര്യത്തിലൊക്കെ ഈ സാജു P തോമസ് മറ്റൊരു സമീപനം കാണിക്കുന്നു. വണക്കം എന്ന് പറയുന്ന മറ്റേ പുള്ളി, മനസ്സിലായില്ലേ, ആ പുള്ളിയും മറ്റൊരു സമീപനം, അതായത് BJPയും ബജ്രംഗദളിനെ വെള്ളയടിക്കുന്ന ഒരു സമീപനമാണ് കാണുന്നത്. പിന്നെ RSSൻ്റെ രാജേഷ് നാഥൻ എന്ന് പറയുന്ന ആളും BJPക്ക് വെള്ളയടിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരിലേക്കൊന്നും പോണ്ട. പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ് അതൊന്നും അവർ കണ്ടതുമില്ല, കേട്ടതുമില്ല. പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ് കാസിനോട് ഇമാജിനേഷൻസ് വടക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ ബോംബെയിലും ഒക്കെയുള്ള സുവിശേഷ പ്രവർത്തകരെ മർദ്ദിക്കുന്നതും അവരെ നഗ്നരായിട്ട് നടത്തുന്നതും ബൈബിള് കത്തിക്കുന്നതും ബൈബിളിനെയൊക്കെ കള്ളക്കടത്ത് പോലെ കാണുന്നതും അതൊന്നും അവർ കണ്ടതുമില്ല, ഞാൻ കേട്ടതുമില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള സാജു തോമസിനുള്ള പ്രതിഷേധം കൂടെ ഇത്തരണത്തിൽ അറിയിക്കുന്നു പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ്. നാം ഇനി അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ക്രൈസിസ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. പിന്നെ സെബാസ്റ്റ്യൻ മുന്നക്കലിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ അനിൽകുമാർ അയ്യപ്പൻ്റെയും പിന്നെ അതുപോലെ തന്നെ അജീഷ് ജോസഫ് ഒഫീഷ്യൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൽ, അതായത് നസ്രീൻ കാളറിൻ്റെയും വാരിയറിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഷിജോൻ തങ്കപ്പൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്യുന്നത് അസ്ത്രീ പീസ് നാമിനെ അടിമത്തിൽ കൂടി പോരുത്. ഈ വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തായിരുന്നാലും ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തന്നെ BJP കുറച്ച് വിഷമുണ്ട്. അങ്ങനെയുള്ള വിഷങ്ങളൊന്നും അകപ്പെടാതെ, സനാതന ധർമ്മ വിഷത്തിലൊന്നും അകപ്പെടാതെ, ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് ഇങ്ങനെയുള്ള വിഷത്തിൽ നിന്നും അകപ്പെടാതെ, വിഷങ്ങളിൽ അകപ്പെടാതെ ഇവരെ വെള്ളയടിക്കാൻ ശ്രമിക്കുന്ന പുരോഹിതന്മാരോ പാസ്റ്റർമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലൊന്നും അകപ്പെടാതെ ക്രൈസിസിൻ്റെ കൃപയിൽ ആശ്രയിച്ച്, ലീഗലിസത്തിലോ സ്വയനീതിയിലൊന്നും അകപ്പെടാതെ നമുക്ക് ക്രൈസിസിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഗോഡ് ഈസ് നോട്ട് അതർ കൺഫ്യൂഷൻ ബട്ട് പീസ് നമുക്ക് പ്രത്യാശിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മുന്നേറാം. അധർമ്മത്തിൻ്റെ മറവ് ഇപ്പോഴേ അവരിക്കുന്നു. ഹി ഹു നോ റെഫറൻസ് പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ്. നമ്മെ അടിമത്തിൽ കൂടി പോരുത്. നമുക്ക് ക്രൈസ്റ്റിൻ്റെ കൃപയിൽ വീണ്ടും കാണും വരെ ഫോർ ബദൻ യു ഹാൻ കാണ്ടർ ലിബർട്ടി ആസ് ഫ്രീ പീസ് ടു പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ്.